വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസമാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം എനിക്ക് നല്ലൊരു ദിവസമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു അടിപൊളി ദിവസമാണ്. ബാക്ക് കട്ട് കോട്ടക്കൽ നമ്മളെ നിഹാല് പോകുന്നതിന് മുന്നാടിയായിട്ട് നമുക്ക് കുറച്ച് ഷോപ്പിംഗ് ചെയ്യാണ്ട്. നമ്മളെ സുൽത്താൻ്റെ കോസ്റ്റ്യൂം ഒക്കെയാണ്, ട്രാക്ക് സ്യൂട്ട് ആൻഡ് ജോഗേഴ്സ്. ഇത് ഓൾറെഡി ഇട്ട് വേണ്ടല്ലേ, അപ്പൊ ഞങ്ങൾക്ക് കാണണ്ടേ. ഇതാണ് ഗൈസ് ചതി, ഞങ്ങളെ കാണിക്കാതെ മാത്രം ഞാൻ പറഞ്ഞു. ഗൈസ് നിഹാലിനെ ഞാൻ ഇന്ന് വരെ ലൂസ് കാർഗോയില് കണ്ടിട്ടില്ല. അപ്പൊ ഫസ്റ്റ് ടൈം ആയിട്ട് ഞാനും സുൽത്താനും കൂടി നിഹാലിനെ ലൂസ് കാർഗോ ചെയ്യിപ്പിക്കാൻ പോണേ. എനിക്കിഷ്ടായി. പീസിനെ അപ്ഡേറ്റ് ചെയ്തു. ഇങ്ങനെ ഇടുന്ന തൊപ്പി അഡിഡാസിന്റെ അബിബാസ്. ആക്ച്വലി ഈ ഒരു എനർജി ഇൻട്രോക്ക് മാത്രമേ ഉള്ളൂ. കാരണം പനിയായിട്ടിരിക്കുക. പനി വന്നാൽ എന്ത് ചെയ്യും നമ്മൾ? ഗൈസ് നമ്മളെ ഏറ്റവും ബെസ്റ്റസ്റ്റ് ആയിട്ടുള്ള ഫ്രണ്ട് നമ്മളെ വിട്ടു പോകുമ്പോൾ നമുക്ക് സങ്കടാവോ? എത്ര സങ്കടാവും? ഇത്രയോ അതോ ഇത്ര ആവും? എന്നാ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഇന്ന് പോയാ വിചാരിച്ചോ. ഇതൊരു പാട്ടടി കോൾക്കും വേണ്ടി. പോവുകയാണോ നിഹാലേ നീ എന്നെ വിട്ട് പോവുകയാണോ നീ. അപ്പൊ ഗൈസ് വീഡിയോ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ പോയിട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മെൻഷൻ ചെയ്യുക. ഈ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവര് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ചായക്കടയിൽ പോയിട്ട് പൈസ കൊടുക്കാതെ ചായ കുടിക്കുന്നതൊക്കെ എന്ത് ബോറ് പരിപാടിയല്ലേ നമ്മളെ. അങ്ങനെ ചെയ്യോ ഇല്ലല്ലോ. അപ്പോൾ ഗൈസ് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. പിന്നെ ഗൈസ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അവൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് സീത. സോ ഗൈസ് ഞാൻ അല്ലൂർജനാണ് നോക്കിയത്. ഗൈസ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് നിഹാൽ ഇത്രയും കാലം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എൻ്റെ സീനിയർ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഫ്രണ്ടായ എൻ്റെ നിഹാൽ എന്നെ വിട പറഞ്ഞിട്ട് UK ഇന്ന് കഴിഞ്ഞ്. അപ്പൊ നിഹാലെ എന്നെ വിട്ട് പോവല്ലേ ഗൈസ്. നിഹാൽ ആക്ച്വലി അവൻ്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടാണ് പോണത്. ഞാൻ ഹാപ്പിയാണ് ഗൈസ്. ഹാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും മാനസികമായിട്ട് എൻ്റെ എൻഗേജ്മെന്റ് നടന്നില്ല എന്നുണ്ടെങ്കിൽ ഓൻ്റെ നടന്നപ്പോൾ അൽഹംദുലില്ലാ റാഹത്തായി. അതായത് നമ്മൾ നിഹാലിനെ കാണാൻ പോകണം ഗൈസ്. ഈ പനി ഉണ്ടെന്നുണ്ടെങ്കിൽ നിഹാലെ നീ മനസ്സിലാക്കണം, ഞാനക്ക് വേണ്ടി എടുക്കുന്ന എഫേർട്ട്. ലവ് യു നിഹാൽ. ഗൈസ് നിഹാൽ മാത്രമല്ല എൻ്റെ എപ്പം ഈ ഒരാഴ്ചൻ്റെ ഉള്ളിൽ ഗൾഫിലേക്ക് പോകും അല്ലപ്പാ. 20th ഇപ്പൊ ടെൻഷനില്ല ഗൈസ്. ലൈക്ക് ഡിപ്രഷനും സങ്കടമൊക്കെ. സ്വന്തം മോനെ ഇവിടെ ഒറ്റക്കാക്കി വീട്ടിലെ ബാധ്യതകളൊക്കെ ഏൽപ്പിച്ചിട്ട് പോണീൻ്റെ സങ്കടപ്പാക്ക് നല്ലോണം ഉണ്ട്. ഞാൻ നോക്കും, ഡോണ്ട് വറി. ആരെന്നെ വിട്ടു പോയാൽ എന്നെ വിട്ടു പോവാത്തതിൻ്റെ ഒരു തക്കട് വിട്ടു പോകാം. കൊല്ലട്ടെ എന്നാ നോക്കട്ടെ. രസല്ല. I miss you നിയാലെ. എനിക്ക് നിയാലില്ലാതെ കഴിയൂല നിയാലെ. ഞാൻ എങ്ങനെ ഉറങ്ങും? ഫുഡ് കഴിക്കും നിയാലെ. ഇവൻ വൾഗർ ആക്ടിവിറ്റി. ഒരു ഹഗ് ചെയ്യട്ടെ, വരുമോ? ഒരു കെട്ടിപ്പിടുത്തം നിഹാലിനെ പോണിന്റെ മുന്നേ. ശരിക്കും സീരിയസ്ലി നമ്മളങ്ങനെയല്ലടാ. നിഹാല് ഈ തേഴ്സ്ഡേ പോവാണ്. അല്ല ഇതെന്താ എണീറ്റ നിക്ക് മോനെ സീന്. ഇത് എവിടുന്ന് ഒപ്പിച്ച് ഇതാനോ? ഇത് മറ്റേ ഒരു ഫിലിമിനുണ്ടല്ലോ, ജഗദീഷ് ആദ്യം വെള്ള ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് കാപ്പിന്റെ കരഞ്ഞ പിന്നെ കെട്ടിപ്പിടിച്ചു വരുത്തനാണ് ഞാൻ. ഓനായിരുന്നു നിന്റെ ആശ്വാസം, ഓനായിരുന്നു നിന്റെ സമാധാനം. അതേമാതിരി സങ്കടം ഉണ്ടാകുമ്പോൾ വിളിച്ചു പറയാനും എല്ലാം എന്റെ നിഹാലെ നമ്മളെ വിട്ടു പോകാൻ നിൽക്കണം ഗൈസ്. അപ്പൊ എന്തായാലും ഇൻഷാ അല്ലാഹ് ഹാപ്പി ആൻഡ് സേഫ് ജേർണി. പോകുമ്പോൾ ഇങ്ങനെ കാണാം. പേടിനൊക്കെ അപ്പൊ ഏതായാലും പോയിട്ട് ഉഷാറായിട്ട് വരട്ടെ.
അടിപൊളിയാവട്ടെ. എൻ്റെ പഠിത്തമൊക്കെ നടന്ന് ബിസിനസ്സൊക്കെ നടന്ന് ഉഷാറായിട്ട് സെറ്റ് ആവട്ടെ. അപ്പോൾ ഗൈസ് നമ്മളിവിടെ ഫുഡൊക്കെ കഴിച്ചു. അതെ അതെ ഗൈസ് വ്ലോഗർ സുൽത്താൻ പറയുകയാടോ. ഇപ്പൊ നിയാലിന്റെ എല്ലാ വണ്ടി സാധനങ്ങളൊക്കെ ഒരാൾക്ക് കിട്ടുന്നുള്ള മുതലാളിന്റെ ഇരുത്താണ് ഈ ഇരിച്ച കയ്യൊക്കെ. നിയാലേ ഓടി കൊടുത്തോ പിന്നെ മഞ്ഞക്കോട്ട് അത് ഫ്ലാഷ് ഒക്കെ അടിച്ചിട്ട് ഞാൻ ഒരു കാര്യം മറന്നിക്കണ്. ഞാൻ ഇതിന്റെ എല്ലാ വ്ലോഗിലും ഇടുന്ന സംഭവം ഇന്റെ ടെഡി അറിയണി. ഞാൻ വന്ന ആദ്യം ചെയ്യലെന്തേനി ഞാൻ മറന്നിക്കണ്. അല്ല എനിക്ക് നിർബന്ധമായി എപ്പൊ എപ്പൊ എങ്ങോട്ട് ഇറങ്ങിയാലും സുഹേലിനെ പോയി കെട്ടിപ്പിടിക്കണം. അതെനിക്ക് നിർബന്ധമുള്ള കാര്യം. ഇല്ല കഴിയൂല. ഷൂ കറക്കിക്ക ഷൂ കറക്കാൻ വന്നപ്പോ ഫോൺ കണ്ടു നോക്കണേ. ഓ ഗൈസ് നിഹാൽ അങ്ങനെ നമ്മളെ വിട്ട് പോവാണ്. നമുക്ക് നല്ല സങ്കടം ഉണ്ട് അല്ലേ, ഇമോഷണൽ ആവുകയാണ്. ഞാനേ ഭാര്യ ഹക്ക് എന്റെ കുട്ടിയാണ്. മനസ്സിലായി അതുണ്ടാവും. എത്ര കാലമായിട്ട് നമ്മൾ ഒരുമിച്ചിട്ടില്ലേ അവര് അവിടെ പോയിട്ട് അവിടെ എനിക്ക് ബബുലുവിന്റെ ഇന്ത്യ മായിട്ട് ഏതെങ്കിലും ഞാലേ ഇന്ത്യ കിട്ടാതിരുന്ന ഇന്ത്യ ബബുലുവിന്റെ മായിട്ട് ആരെങ്കിലും അവിടെ മതി. ടൈം വിടാന്നൊന്നുമില്ല. കാരണം അത്രയും കാലമായിട്ട് കൂടെ ഒരുമിച്ച് എല്ലായിടത്തും അലമ്പിനും കുതിരക്കും എല്ലാത്തിനും കൂടെ ഉണ്ടായിരുന്നു. ഈ വാണെങ്കിൽ എന്നാ ഗൈസ് എന്താ രസം എന്നറിയോ, ആദ്യം ഞാനൊരു ഗ്യാങ് ഉണ്ടാക്കി ബബുലുവിനെ കൂട്ടി. അത് ഈ ഗ്യാങ് ഞാൻ ഉണ്ടാക്കിയതാ. ബബുലുവിനെ ഞാൻ ആദ്യം ആഡ് ചെയ്ത്, പിന്നെ മുത്തുനെ ഞാൻ ആഡ് ചെയ്ത്, പിന്നെ നിഹാലിനെ ഞാൻ ആഡ് ചെയ്ത്. എന്നിട്ട് ഇതെല്ലാം കൂടി നമ്മളൊരു കമ്മ്യൂണിറ്റി മാതിരി ഞാൻ ആക്കിയാണ്. ഞങ്ങൾ ഫുൾ ഔട്ടിങ് കറക്കം കൊച്ചി ഓൻ്റെതായി, പിന്നെ ബബുലുവിന്റെ ഫ്രണ്ട്സ് നമ്മളതായി, മുത്തുവിന്റെ ഫ്രണ്ട്സ് നമ്മളതായി. അങ്ങനെ ഒരു ഗ്യാങ് ഞാൻ ഉണ്ടാക്കിയതേന്. ഇപ്പൊ എല്ലാരും പോയി. ഇപ്പൊ ഞാൻ മാത്രം ബാക്കി. മുത്തു ബാംഗ്ലൂര് എവിടെ പോയാലുണ്ടല്ലോ എടുക്കാൻ പറ്റൂല. മുത്തു ബാംഗ്ലൂര് പോയി, ഞാൻ UK പോണേ, ബബുല് ദുബായി പോയി. ലാസ്റ്റ് ഞാൻ മാത്രം ഇവിടെ ഒറ്റക്ക്. സങ്കടം പറയാൻ മനസ്സിലായി. എനിക്ക് നിങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യും. ഈ കാറ് ശരിക്കും മിസ് ചെയ്യും. ഈ വണ്ടിയിലാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ കൊച്ചി പോയതും കറങ്ങിയതും കോഴിക്കോട് പോണതും ഒക്കെ. ഏറ്റവും കൂടുതൽ ഞങ്ങളെ മെമ്മറീസ് ഉള്ള കാർ ഇതാണ്. ആദ്യം മുത്തുവിന്റെ ഫിയറ്റേന് അത് പൊട്ടിപ്പൊളിഞ്ഞ് കൊണ്ടുപോയി കൊടുത്തപ്പോ പിന്നെ നമ്മളെ ഓടിയായി. അതിന്റെ ഇടയിൽ എന്റെ കിഡായിന്. പക്ഷെ കുറച്ച് കാലം ഗൈസ് നമ്മളെ ഓടി മിസ് ചെയ്യും ഗൈസ്. നമ്മളെ ഓടി ഈ വണ്ടിയിലൊക്കെ എത്ര വട്ടം എണ്ണ തീർന്ന് അവിടെ ഇവിടെ കുടുങ്ങി. ഞാനൊക്കെ പമ്പിൽ വണ്ടിയാണ്. അങ്ങനെ ഗൈസ് നിഹാലിന്റെ ലാസ്റ്റ് ട്രീറ്റിന് നമ്മള് വീണ്ടും കാരവൻസിൽ എത്തിയിരിക്കുകയാണ് ഫുഡ് വാങ്ങാൻ. മോസ്റ്റ് പ്രോബബ്ലി ഇതാണ് നിഹാലിന്റെ ലാസ്റ്റത്തെ ട്രീറ്റ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നിഹാല് ഇനി നിഹാല് പോവാ. അപ്പൊ ഇന്നും കൂടി നമ്മള് മാക്സിമം എന്താ വേണ്ടി ഓർഡർ ചെയ്തോ. താങ്ക് യു ഗൈസ്. നിഹാല് ബട്ടർ ചിക്കനും പൊറാട്ട ഓർഡർ ചെയ്തു. ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ വ്ലോഗ് ചെയ്യുന്നില്ല. മാക്സിമം ഫുഡ് വിശപ്പ് തീർക്കണം ഗൈസ്. ബില്ല് ഗസ് ചെയ്തു. എത്ര 565 എത്ര നമ്മുടെ ഇന്ത്യക്ക് കാണിച്ചാൽ 428. ഇതൊക്കെ ഞാൻ എന്ത് ഇതും കൂടി നിയാലോട് എനിക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളത്, എത്ര ഇഞ്ഞ് പുതിയ ഫ്രണ്ട്സ് ആയാലും നിയാലേ ഇന്റെ ലെവൽക്ക് ഓരോരുക്കരുത്. ഇന്റെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഓരോട് ആവരുത്. കെട്ടിപ്പിടിച്ച് കരയാനൊന്നും പറ്റൂല. ഓരോടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് മാത്രം പറ്റുന്ന കൊണ്ട് ഇങ്ങോട്ടല്ല. നിയാല അങ്ങനത്തെ ലെവലിൽ ഫ്രണ്ട്ഷിപ്പ് കിട്ടൂല. അത് ഞാൻ മാത്രം അല്ല നിയാലെ. ഇതൊക്കെ മുത്തോ 2 വയസ്സ് മുതലുള്ള അതന്നെ പറഞ്ഞ അതാ പറഞ്ഞ. പക്ഷെ അവിടെ ചെന്ന് UK യിലുള്ള ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഫേക്ക് ആണ്. ഞാലെ ഒരാൾ ട്രൂ ഉണ്ടാവില്ല എന്റെ മാതിരി. അത് ഇന്ന ഊക്കാനല്ലേ. അവിടുന്ന് ആരെങ്കിലും ഇന്നെ ഊറ്റാണെങ്കിൽ എന്നെ ഓർമ്മ പറയണൊക്കെയാണ്. ഇങ്ങനൊക്കെ പറയാൻ പാടുണ്ടോ? നമ്മളെ കുട്ടീനെ മിസ് ചെയ്യുമല്ലോ. ഞാലേ കരയരുത്. അഞ്ചലില്ലാന്നുണ്ടെങ്കിലും സന്തോഷമുള്ളൂ.
മിസ് യു. Bye guys. അപ്പൊ guys നമ്മളെ വ്ളോഗിനോട് ഉണ്ടാവില്ല. പക്ഷെ നമ്മള് വീഡിയോ കോൾ ചെയ്യുമ്പോഴൊക്കെ ഇടും. അപ്പൊ ശരിക്കും മിസ് യു. ഇനി അവിടെ പോയിട്ട് ഉഷാറാവട്ടെ, എല്ലാ രീതിക്കും എന്റെ ലൈഫ് ഉഷാർ മാത്രമാവട്ടെ, ബാക്കിയുള്ള കുരുത്തക്കേടിക്കൊക്കെ പോവാതെക്കണം. എന്തിലെങ്കിലും തെറ്റ് ചെയ്യാൻ തോന്നിയാൽ അപ്പൊ അഞ്ചിൽ ആലോചിക്കാം. അപ്പൊ കൂടുതൽ ചെയ്യാം. എല്ലാരും നന്നാക്കണ ആള് ഞാനാണ്. എനക്ക് നന്നാക്കി എടുത്തത് ഇവനൊക്കെ എങ്ങനെ അപ്പൊ നമ്മളെ സബ്സ്ക്രൈബേഴ്സിനോട് ലാസ്റ്റ് ആയിട്ട് ഒരു ബൈ പറഞ്ഞു. അതെന്താ? ബൈ, ടാറ്റ, ഇൻഷാല്ലാ കാണാം. So guys, wish him so luck for his future. എന്തായാലും അങ്ങനെ ബെസ്റ്റ് ഫ്രണ്ട്സുകളൊക്കെ പോയിക്കൊണ്ട് നിൽക്കേണ്ട കേസ് ഞാൻ മാത്രം നാട്ടിൽ ബാക്കിയാവും ലാസ്റ്റ്. അപ്പോൾ ഏതായാലും നമ്മളെ വ്ളോഗ് ഇവിടെ അവസാനിക്കാൻ ടൈമായി. പോയിട്ട് എല്ലാവരും ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാതെ വരയ്ക്കും കേസ്. മിസ് യു. ഞാൻ മാക്സിമം ഡെയിലി വ്ളോഗ് ചെയ്യാൻ നോക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് കഴിയണില്ല എല്ലാ ഷെഡ്യൂളും കൂടെ ആയിട്ട്. അപ്പോൾ സീ യു ഇൻ ദ നെക്സ്റ്റ് വ്ളോഗ്. അൺടിൽ ദെൻ